തൃത്താല ടീംസ് ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇത് നിഷ പറഞ്ഞ സൺസെറ്റാണ്. രാവിലെ 7 മണിക്ക് 7:30 സൺസെറ്റാണ് അല്ലേ? ഞങ്ങൾക്ക് ഇതിനെ സൺറൈസ് എന്നാണ് പറയാൻ നിഷ. പിന്നെ സവിശേഷമായി നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് സെൻ്ററിലും കാണുന്നത് പോലെ ഇതുമാതിരി വൃത്തിഹീനമാക്കി വെക്കുന്ന നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റി വെച്ച് തന്നെ ആവണം കേട്ടോ. അടിപൊളി കാടമുട്ടയും ഹോർലിക്സും. ഹലോ ഫ്രണ്ട്സ്, അഭിലാഷ് ചന്ദ്ര ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് ഇന്ന് നിൽക്കുന്നത് മലപ്പുറത്തിൻ്റെ ഉൾക്കാഴ്ചയിലാണ്. നമ്മൾ നിൽക്കുന്നത് കൊടികുത്തിമല എക്കോ ടൂറിസം എന്നുള്ളതാണ്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ചെങ്കുത്തായ മല കയറി ഒരു അടിപൊളി വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് പാലക്കാട് ഒരു വശം, മലപ്പുറം മറ്റൊരു വശം. പക്ഷേ ഏതാണ് പാലക്കാട് ഏതാണ് മലപ്പുറം എന്ന് അറിയില്ല. മൊത്തമായി അടിപൊളി ഗംഭീരമായിട്ടുള്ള വനസമാനമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കിട്ടും, അനുഭവിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് ഞങ്ങളുടെ കൂടെ നിങ്ങളും യാത്ര ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ട്രാവൽ, കം ഓൺ. ഡിസംബർ 22 ദിവസം രാവിലെ 6:30 മണിക്ക് സമയത്ത് നമ്മൾ കൊടികുത്തിമല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഓഫ് കോടാസ് മീൻസ് ഫുൾ ഓഫ് കോടാസ് കേട്ടോ. നമ്മുടെ കേരളശ്ശേരി കുണ്ടശ്ശേരി ഭാഗമാണ്. കുണ്ടശ്ശേരി ഭാഗം അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ടോ സൂപ്പർ കോടയാണ്. പക്ഷെ നമ്മൾ പോകുന്ന ഈ ഭാഗത്തൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള കോട രാവിലെ ഒരു 6-6:30 വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡിസംബർ മാസം എന്നുള്ളതിൻ്റെ ഒരു സത്യം. നമ്മളും അധികം കണ്ടിട്ടില്ല ഇതുവരെ. ഓൺ ദ വേ ഒരുപാട് കാഴ്ചകൾ കാണും, നോക്കാം. തിരിച്ച് കോങ്ങാട് ടൗൺ എത്തി. നല്ല കോട സമൃദ്ധമായിട്ടുള്ള കോങ്ങാട് ടൗണിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് ലക്ഷ്യമാക്കി. നമ്മൾ ടിപ്പു സുൽത്താൻ റോഡ് വഴി കയറിയിട്ട് മണ്ണാർക്കാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം പുലാപ്പറ്റ എത്തിയിട്ടില്ല, അതിന് മുമ്പേ ആയിട്ടാണ്. ഫുൾ കോട, ഈ സൈഡും കോട ആ സൈഡും കോട. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊടികുത്തിമലയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് മണ്ണാർക്കാട് വഴി കയറി നമ്മളിപ്പോൾ കോഴിക്കോട് ഹൈവേയിൽ കയറിയിട്ട് അത് അമ്മിണിക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരുന്നു. അമ്മിണിക്കാട് ഇവിടെ നമുക്ക് ലാൻഡ് മാർക്കാണ് ആ BPCLൻ്റെ പമ്പ് കേട്ടോ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മളിവിടെ ഒരു കൊടികുത്തിമലയുടെ ഒരു കമാനം കാണാം. നമുക്ക് അതുവഴി ഉള്ളിലേക്ക് കയറാം. കൊടികുത്തിമല എൻ്റെ അല്ല കമാനം, അത് വേറെയാണ്. അവിടെ ഒരു കമാനം കാണാം. എന്തൊരു സ്ഥാപനത്തിൻ്റെ കമാനമാണ്, എന്തൊരു ഹിഷാമിയാന്നോ സംതിങ് എന്തോ ആണ്. അതുവഴി കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നല്ല മലയൊക്കെ കാണാൻ പറ്റും. റോഡിൻ്റെ അവസ്ഥ കുറച്ച് ശോകം തന്നെയാണ്. കുറച്ചുകൂടി പോയി നോക്കാം. ഇതാണെങ്കിലും ഒരു നല്ല സൺറൈസ് പോയിന്റ് കാണാൻ പറ്റും ഓൺ ദ വേ. ഇത് ലാൻഡ് മാർക്കാണ്. നേരത്തെ കണ്ട കമാനത്തിൻ്റെ പേര് ഹിമായ എന്നുള്ളതായിരുന്നു കേട്ടോ, ഒരു സ്ഥാപനത്തിൻ്റെ പേര് അല്ലേ? ഹിമായ ഇസ്ലാമിക് വുമൻസ് കോളേജ്. ഓക്കെ, വരും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം എന്നാണ് പറയുന്നത് അല്ലേ? കൊടികുത്തിമല അവിടെ ബോർഡ് കാണാൻ പറ്റും. ഇക്കോ ടൂറിസം ഒക്കെ കാണാൻ പറ്റും. തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച അവധിയില്ലേ? നമ്മളിന്ന് ഞായറാഴ്ച വന്നത് കാരണം. ഏതാണ്ട് കുത്തനെയുള്ള ഹെയർപിൻ വളവുകൾ പോലെയുള്ള വളവുകൾ താണ്ടി കുറച്ച് ദൂരം നല്ല സഞ്ചാരികൾക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റിയിട്ടുള്ള അതിമനോഹരമായ ഒരു ദൃശ്യഭംഗി തരുന്ന ഒരു റൂട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഗംഭീരമായിട്ടുള്ള ഫ്രെയിം ഓഫ് ദ ഡേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ റബ്ബർ കാടുകൾക്കിടയിലൂടെ കാണുന്ന ഉദയസൂര്യനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കിഴക്ക് ദിശ ഈ സൈഡിലായിരിക്കും. നമ്മൾ കാറിൽ ഫസ്റ്റ് ഗിയർ കിട്ടുന്ന കയറണം കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമൊക്കെയാണ്. ഇവിടെ ഒരു ഖോജ് എന്തൊരു കാഫറ്റീരിയ ഒക്കെ കാണുന്നുണ്ട്. ഒരു കുഞ്ഞു പാർക്കൊക്കെ കാണാം. കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഇവിടെ ഹെയർപിൻ ബെൻഡ് ഹെഡ് എന്നുള്ളൊരു ബോർഡ് കാണാം. ഈ ഉദ്ദേശിക്കുന്നതായിരിക്കും ഹെയർപിൻ അല്ലേ? ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഗിയർ വയ്ക്കേണ്ടി വരും. നമ്മൾ നിലമ്പൂർ നമ്മുടെ DFO പാലസിൽ പോയ പോലത്തെ ഒരു അവസ്ഥ. അവിടെ എന്തുപോലത്തെ ഒരു സംഭവം തന്നെയായിരുന്നു ടോപ്പോഗ്രാഫി.
പിന്നെ ഓടി വന്നു ഓടിപ്പോയി എന്നുള്ളതല്ലാതെ ഈ ഡ്രൈവ് നമ്മൾ ശരിക്കും ആസ്വദിക്കണേ. അതിനുവേണ്ടി നമ്മൾ വിഷ്വൽസ് കാണിച്ചു തരുന്നത്. ഇതാ കൊടുകുത്തി മല, ഇതാ ഇറങ്ങി വരുന്നുള്ളതല്ല. ഇവിടെ പിള്ളേർ എനിക്കൊന്ന് ഗെയിംസോ സ്പോർട്സോ ഒക്കെ വേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് 360 നമുക്ക് മേലെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അവിടെയൊക്കെ നമുക്ക് കോട. ഓ അത് പൊളിച്ചല്ലേ. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്, സൺറൈസ് സൺറൈസ് കാണാൻ വ്യൂ പോയിന്റ് ആണല്ലേ. ഇവിടെ നിർത്തിയാലോ? പക്ഷെ അവിടെ കാർ നിർത്താണ്ട് സ്പേസ് ഇല്ല. അപ്പോൾ ഇത് നിഷ പറഞ്ഞ സൺസെറ്റാണ്. രാവിലെ 7 മണിക്ക് 7:30 സൺസെറ്റാണ് അല്ലേ. ഞങ്ങളൊക്കെ ഇതിന് സൺറൈസ് എന്നാണ് പറയാം നിഷ. ഓക്കെ, ഇത് നല്ല സൂപ്പർ സ്ഥലമാണ്. അതെ, ഇത് സൂപ്പർ വിഷ്വലാണ്. ഇതുണ്ടോ, ഞങ്ങൾ വൈഡ് ആംഗിൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വൈഡ് ആംഗിളിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ സൺറൈസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് താഴേക്ക്. ഇതുണ്ടോ, പക്ഷേ താഴെ എങ്ങോട്ട് ഇറങ്ങണം നമുക്ക് അറിയില്ല. വേണമെങ്കിൽ ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ കുറച്ച് വിഷ്വൽസ് കിട്ടുമായിരിക്കും. ഒന്ന് പോയി നോക്കിയാലോ. നമ്മുടെ കാർ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഈ വഴിക്ക് ഇങ്ങനെ ഈ സൺറൈസ് വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ താഴെ പിള്ളേരൊക്കെ ആരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കാം. എന്താ നിഷ ഫ്രെയിം, അടിപൊളി ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഓഫ് ദി ഡേ എന്നൊക്കെ പറയാം. സൂപ്പർ ഫ്രെയിമാണ്. ഇതുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ തന്നെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫ്രെയിം. ഇനി താഴേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ. നമ്മൾ സഞ്ചരിച്ച് ഒരു അടാറ് സ്ഥലമാണ്. അടാറ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടാറ് സ്ഥലം, ഒരു രക്ഷയില്ല. അവിടെ നമ്മുടെ സൺറൈസും ഫുൾ വാലിയാണല്ലേ. ഫുൾ വാലിയാണത്, അടിപൊളി. ഇനി താഴോട്ട് പോകാൻ നിവൃത്തിയില്ല. ഇവിടെയൊക്കെ നമുക്ക്, എനിക്ക് തോന്നുന്നത് ഇത് പാലക്കാട് ജില്ല, മണ്ണാർക്കാട് ജില്ല, മലപ്പുറം ജില്ല എല്ലാത്തിൻ്റെ ഒരു മെർജിങ് ആയിട്ടുള്ള ഏതൊക്കെ ഏരിയാസാണ് കാണുന്നത്. ആ ഭാഗങ്ങൾ മുഴുവൻ അവിടെ കോടയൊക്കെ ഫുള്ള് കോടയാണ്, ഫുൾ കോടകളാണ്. പിന്നെ ഈ സൈഡിൽ മുഴുവൻ ഹൈ റേഞ്ച്, ആകാശത്തിനൊക്കെ എന്തെന്നില്ലാത്തൊരു മനോഹാരിത, ഫുൾ അടിപൊളിയാണ്. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. താഴ്വാരം അടാർ സൂപ്പർ. ഇനി വഴിക്കാണ് കയറി വന്നത്. നമ്മൾ കാർ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടി പാർക്ക് ചെയ്യാൻ. പിന്നെ ഇവിടെ കുറേ പേര് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് ഫ്രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ. ഇവിടെ കൊടികുത്തിമല എക്കോ ടൂറിസം മേഖലയിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡെല്ലാം കാണാൻ സാധിക്കും. കണ്ടോ, കാളികാവ് റേഞ്ച്. കുറേ സ്റ്റാളുകളും കൊടിതോരണങ്ങളും എല്ലാം കാണാം. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ ഒരു ഊട്ടി എന്ന് പറയുന്ന വിശേഷം തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. കണ്ടോ, നല്ല ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഷോപ്പുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ബോട്ടിൽ ബൂത്ത് കണ്ടോ, നോ പാർക്കിംഗ് പോലീസ്, കുറേ വിഷയങ്ങളുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കൊടികുത്തിമലയുടെ വെൽക്കം ടു കൊടികുത്തിമല എക്കോ ടൂറിസം. അവിടെ ക്ലോസ്ഡ് ആണ് ഈ സമയത്ത്. കുറേ സ്റ്റാളുകൾ കാണാൻ സാധിക്കും. നമുക്ക് ടിക്കറ്റ് റേറ്റ്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. നമ്മളെ സ്വീകരിക്കാനായി ഇവിടെ ഒരു പട്ടിക്കുഞ്ഞും സുഖമായിട്ട് കിടക്കുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് ഇവർ ഓപ്പൺ വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാഷ് സ്വീകരിക്കുന്നതല്ല, ഓൺലൈൻ ഇടപാടുകൾ മാത്രം ഇന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. പ്രവേശനം 8 AM ഓൺവേർഡ്സ് 5 PM വരെ മാത്രം, തിങ്കളാഴ്ച അവധി. ഓക്കെ, ക്ലിയർ അല്ലേ?
നമ്മളിങ്ങനെ ഇവിടെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു മുളയുടെ സംഭവം അല്ലേ, ഇങ്ങനെ ഒരു കയറി വരുന്ന സംഭവം, അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ സംഭവം കാണാം. വരുമ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ എക്കോ ടൂറിസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ കൊടികുത്തിമല എക്കോ ടൂറിസം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കാമോ എന്നുള്ള സംഭവമുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും, പ്ലാസ്റ്റിക് കവറടക്കം, പ്ലാസ്റ്റിക് കുപ്പിയടക്കം എല്ലാവരും അവരവിടെ സൂക്ഷിച്ചു വെച്ചു. കാരണം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമുക്കിവിടെ നടക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇതൊരു കൊടികുത്തിമലയുടെ വിശദാംശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സംഭവം, ഈ സംഭവം നമുക്ക് പോസ് ചെയ്ത് വായിക്കാം. കൊടികുത്തിമലയുടെ ഒരു 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 എന്താ പറയുക, മിനിയേച്ചർ പ്ലാനാണത്. വേണ്ടോ, ഇത് നിങ്ങൾക്കിങ്ങനെ നോക്കി മനസ്സിലാക്കാം. വ്യൂ പോയിൻ്റ് NH-ലൂടെ വന്ന് അമ്മണിക്കാട് അങ്ങനെ വരാനുള്ള വഴി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ റൂട്ട് പ്ലാനും എല്ലാം ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് ഇങ്ങനെ കയറി ആ വാച്ച് ടവറാണ് ലാസ്റ്റ് കാണുന്ന സാധനം. അങ്ങോട്ട് എത്തണം. ഇവിടെയൊക്കെ സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊക്കെ സീനിക് ബ്യൂട്ടി കേട്ടോ. സൈഡിൽ മുഴുവൻ ആ കാണുന്ന വഴി മുഴുവൻ നമുക്ക് കയറി പോകണം. അങ്ങനെ നടന്ന് ഞങ്ങൾ 2 നിഴൽ രൂപങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ നിഷ ഫീഡ്ബാക്ക്? വാട്ട് ഈസ് യുവർ അഭിപ്രായം? തുടങ്ങിയുള്ളൂ, കഴിയട്ടെ. എൻ്റെ അഭിപ്രായം പറയാമല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്. കുറച്ച് പേര് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിലൊക്കെ നല്ല സൂപ്പർ സൺറൈസും കാര്യങ്ങളും, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സൺറൈസ് പോയിൻറ്റിൻ്റെ പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം കുറച്ച് പേർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് രാവിലെ 8 മണിക്ക്. അടിപൊളിയാണ്. ഈ സൈഡിലൊക്കെ ശരിക്കും നമ്മൾ മൂന്നാർ പോയൊരു പ്രവണത നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെയൊക്കെ നോക്കൂ, നല്ല താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടെ നല്ല ഭംഗിയാണ്, അടിപൊളി. ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ, സൂപ്പറാണ്. ഈ ചെങ്കുത്തായ കയറ്റം ഞങ്ങൾ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ആകാശത്തിൻ്റെ ഭംഗി പൊതുവെ ഞാൻ പകർത്തുമ്പോൾ ഇങ്ങനൊരു ഫ്രെയിം എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ഒരു ഫ്രെയിമാണ്, അടിപൊളി ഫ്രെയിമാണ് സംഭവം. ഇതുകൊണ്ട് ഈ മരങ്ങളും ആകാശം പിന്നെ കാണുമ്പോൾ സൂപ്പർ ഫ്രെയിമാണ്. ഞാൻ ബഹളം വയ്ക്കാത്ത കുറേ ആൾക്കാരുള്ളത് കാരണം അവരുടെ പ്രൈവസി കളയണ്ട എന്ന് വെച്ചിട്ടാണ്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഫെൻസിങ് കാണാൻ പറ്റും. ഇത് കോൺക്രീറ്റ് നിർമ്മിതമായിട്ടുള്ള ഫെൻസിങ് ആണ്. പക്ഷേ ശരിക്കും മരം പോലെ നമുക്ക് തോന്നും. കുറേ സമയം ഇരിക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇവിടെ നമ്മൾ 360 കാണാം. സൂപ്പർ വ്യൂ ആണ്. കുറച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ നിന്ന് ഫോട്ടോ, ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് കേട്ടോ, ഞങ്ങൾ ഇട്ടതല്ല, ആരും ഇട്ടതാണ്. അങ്ങനെ കയറി വരുമ്പോൾ ഈ സൈഡിൽ ഒരു കമാനം പോലെ കാണാം. ഇതും കോൺക്രീറ്റ് നിർമ്മിതമായിട്ടുള്ള കമാനമായിട്ടാണ് തോന്നുന്നത്. യെസ്, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു എന്തൊരു സംഭവം നമുക്ക് കാണാം. എന്താ നോക്കിയിട്ട് വരാം. ഓൺ ദ വേ ആണല്ലോ. ഇവിടെ ഒരു ചിൽഡ്രൻസ്, അതാണ് ഫോട്ടോ പോയിൻ്റ്. അത് വരുമ്പോൾ കയറി എന്തിയോ ആ ഫോട്ടോ പോയിൻ്റ് വരുമ്പോൾ കയറാം. നമുക്ക് വരുമ്പോൾ കയറാം ആ ഭാഗം കേട്ടോ. ഓക്കെ, ഇവിടെ ചെറിയൊരു കിടങ്ങ് പോലത്തെ ഒരു ഐറ്റം കാണാം. അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേലിയും എല്ലാം കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മനോഹരമാണ്. ഈ സൺറൈസ് നേരെ ഓപ്പോസിറ്റാണ്. സൂപ്പർ ഫ്രെയിമാണ്. ശുദ്ധമായ ഓക്സിജൻ എടുത്തുകൊണ്ട് നമ്മളങ്ങനെ കിടപ്പുണ്ടെങ്കിലും ഒരു കുതിപ്പാട്. കാരണം ശുദ്ധമായ ഓക്സിജൻ അല്ലേ. ഇവിടെയൊക്കെ നല്ല ഒരു മോഡലും കാലാവസ്ഥ, തണുപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട് കേട്ടോ.
ഒരു യൂറോപ്പ് പോലെയൊക്കെ കാണാൻ. അമ്മിണിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തി മല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് 5 മുനികൾ കാട്ടിൽ തപസ്സിരുന്നതിനാൽ 5 മുനിക്കാട് എന്നും പിന്നീട് ഐമുനിക്കാട് എന്നും പിന്നീടത് അമ്മിണിക്കാടായി എന്നുമാണ് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അമ്മിണിക്കാട് എന്നുള്ള സംഭവം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. പോകാം. ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഭംഗി. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടിയും കുത്തി താഴേക്ക് വീഴും. ഓക്കെ, സൂപ്പർ വാലികളാണ്. മിക്കവാറും പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയൊക്കെ അതിർത്തികൾ എവിടെയൊക്കെ വെച്ച് പങ്കിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടപ്പാടി മലനിരകളൊക്കെ ഏകദേശം ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കാണുമായിരിക്കും. പെരിന്തൽമണ്ണ നഗരപരിധിയിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ചുരുക്കം ചില ഇക്കോ ടൂറിസങ്ങളിൽ ഒന്നാണ് ഈ പെരിന്തൽമണ്ണയിലെ നമ്മുടെ കൊടികുത്തിമല. അത് പൊതുവെ നഗരപരിധിയിൽ നിന്നും 10 കിലോമീറ്റർ. കണ്ട് ആ ബോർഡ് കണ്ടില്ലേ? ഈ കയറ്റത്തിൻ്റെ ഒരു ടോപ്പോഗ്രാഫിയും അതിൻ്റെ ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഏകദേശം സ്റ്റെപ്സ് 1080 സ്റ്റെപ്സ് 1040 സ്റ്റെപ്സ്, അതായത് 0.8 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ 35.8 കിലോ കാലറീസ് ബേൺ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ബീറ്റ്സ് പെർ മിനിറ്റ് 86 ആവും എന്നാണ് കണക്ക്. അത് വന്നപ്പോൾ രസകരമായിട്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായി. അറ്റൻഷൻ, ഫോറസ്റ്റ് വൈഫൈ അവൈലബിൾ, നോ പാസ്വേഡ് നീഡഡ്, ജസ്റ്റ് ഓപ്പൺ യുവർ സെൻസസ് ടു ദ വണ്ടേഴ്സ് ഓഫ് നേച്ചർ. അടിപൊളി സംഭവമല്ലേ? അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു രസകരമായിട്ടുള്ള വനക്കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു മനസ്സിലായി. അപ്പോൾ ഇവിടെ കുറേ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോട്ടോ പോയിൻ്റ് അവിടെയുണ്ട്, സ്കൈ ഗോൾഡുകാരുടെ. ഇവിടെ നിന്ന് നോക്കിയാലും ഇവിടെയും കുറേ രസകരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. വൈഡ് ആംഗിളിൽ ഇട്ടപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. നല്ല രസമാണ്, സൂപ്പർ. നമ്മളിപ്പോൾ ഏതാണ്ട് എത്ര നടന്നു കാണും നിഷ? ശരാശരി ഒരു 2 കിലോമീറ്ററോളം നടന്നു കാണില്ലേ? ഇനിയും ആയിട്ടില്ല, ഇനിയും ഒരുപാട് ദൂരം നടക്കാണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ നടന്ന് നമുക്ക് ബോറടിയില്ല. നമ്മൾ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള പ്രകൃതിയാണ്. ചുറ്റും ഫുള്ള് കാണിച്ചു തരാം. 360 അടിപൊളിയാണ്. നടന്നാൽ നമുക്ക് ബോറടിക്കില്ല, അതാണ് പ്രത്യേകത. നിഷ പറഞ്ഞു, ഞാൻ കേട്ടില്ല. അല്ല, ചെറിയൊരു തണുപ്പും ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു സുഖമുണ്ട് ഇപ്പം നടക്കുന്ന സമയത്ത്. 8 മണിക്കൊക്കെ വരികയാണെങ്കിൽ. ഇനി കുറേ കൂടി സമയം വൈകാണിച്ച് ചൂട് കൂടുന്ന തോന്നുന്നു. ഇപ്പം നല്ല സുഖമുണ്ട്. അത് 360 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടികുത്തിമല. വീണ്ടും കയറ്റം, വീണ്ടും ഉദയസൂര്യൻ നമ്മളെ 360 ഡിഗ്രീസ് വ്യൂ പോയിന്റിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ മൂവിങ് വിത്ത് ഫുൾ പവർ. ഈ ആകാശത്തിൻ്റെ നീലിമ എത്ര ഉണ്ടെന്ന് നമുക്ക് മതിയാവില്ല. ഈ സൈഡിലൊക്കെ കുറച്ച് ഈ അയൺ ഫെൻസിങ്ങൊക്കെ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ആനിമൽ ക്രോസിങ് പ്രൊട്ടക്റ്റ് ചെയ്യാനോ ആൾക്കാർ കാട്ടിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാകുന്ന അപകടങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കാം. ഫുൾ വാലീസ് ആൻഡ് താഴ്വാരംസ്, ഫുൾ ഓഫ് ട്രീസ്, സ്കൈസ്, ബാക്ക്ഗ്രൗണ്ട്സ്. വാവ്. ഈ മരത്തണലിൽ കുറച്ച് സമയം ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ. ചെറിയൊരു തണുപ്പ് കാണുന്നുണ്ട്. ഈ സൈഡ് നടന്നു വന്നപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ കണ്ടു. ഇവിടെ നിന്ന് കയറി നോക്കി എന്താ അവസ്ഥ എന്നറിയില്ല. വാവ്,
ഇവിടെയും ഒരു മനോഹരമായിട്ടുള്ളൊരു വാലി കാണാം. സൂപ്പർ ഡ്യൂപ്പർ ഫ്രെയിമാണിത്. പിന്നെ മറ്റൊരു ഇൻഫോ, വേനൽക്കാലങ്ങളിൽ നിന്നും ഇവിടെ നിന്നും നോക്കിയാൽ പൊന്നാനിയിലെ കടൽ തിരമാലകൾ വരെ കാണാം എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ധനുഷ കയറ്റം തന്നെ കേറിടുന്നില്ലേ, കേറിടുന്നില്ല, ഒടുക്കത്തെ കയറ്റം. പക്ഷേ പറഞ്ഞ പോലെ തന്നെ നല്ല കയറ്റമാണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വരണം കേട്ടോ. ഈ വീഡിയോ കണ്ട് താഴെ കമൻറ്റ് ചെയ്യും വേണേ. അപ്പോൾ നമ്മൾ കുറേ യാത്ര കഴിഞ്ഞ ശേഷം ഒരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റിൽ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൽ കുറേ സമയം ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഫോട്ടോസും കാണും. ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അഭിലാഷ് സമ്പത്ത്. സോ ഫോളോ മീ. ഇവിടേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു അടച്ചു പൂട്ടിയ ബാത്റൂം കാണാം. അതിന് ശങ്കിച്ച് വരുന്നവർക്ക് തൽക്കാലം രക്ഷയില്ല. സൺഡേ ആയതുകൊണ്ടൊന്നും എനിക്കറിയില്ല, അത് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ വാവ്, ഇവിടെയും ഒരു ഭയങ്കര 360 നമുക്ക് കാണാൻ സാധിക്കും. വാലീസാണ്, ഫുൾ വാലീസ്. ഇവിടെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ തട്ടി വീഴും, ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഫുൾ വാലീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ജില്ലകളുടെ അതിർത്തികൾ പങ്കിടുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് താഴെ കാണാൻ സാധിക്കും. നമ്മൾ താഴെ കയറി വരുമ്പോൾ ഉണ്ടാകുക സൺറൈസ് പോയിന്റ് കണ്ടില്ലേ, അത് മിക്കവാറും ആ ഭാഗത്ത് എവിടെയൊക്കെ ആവാനാണ് സാധ്യത. ഒരുപാട് ദൂരം കയറി ഇങ്ങനെ നമ്മൾ വന്നു. ഒരു അതിമനോഹരമായിട്ടുള്ള ഫ്രെയിമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. നിങ്ങളുടെയും ഈ ഫ്രെയിമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം. അപ്പോൾ ഈ അടച്ചു പൂട്ടിയിട്ടുള്ള ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അഗെയിൻ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിമനോഹരമായിട്ടുള്ള ആ വാലിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എഗെയിൻ നടത്തം തുടർന്നു. ഒരു 6 കിലോമീറ്ററൊക്കെയാണ് കേട്ടോ. ഒരു ഈസിയായിട്ട് ഒരു 5-6 കിലോമീറ്ററൊക്കെ യാത്ര ഉണ്ടാവും. ആയിരിക്കും 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതൊന്നും ശരിയല്ല. ഒരു 5-6 കിലോമീറ്റർ എന്തായാലും യാത്ര ഉണ്ടാവും. അത്യാവശ്യം നല്ല സ്റ്റാമിന വേണം. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് പാക്കറ്റൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കവർ കൊണ്ടുവരാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരാൻ പറ്റില്ല, ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാം, ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവരാം, അങ്ങനെ ചെയ്യണം. പിന്നെ ബിസ്ക്കറ്റ് പാക്കറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ മോസ്റ്റ് അവൈറ്റഡ് വാച്ച് ടവറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരം ആദ്യസുന്ദരം, നല്ല ഫ്രെയിമാണ്. അതേ അങ്ങ് കാണുന്നതാണ് വാച്ച് ടവർ. ഓക്കെ, ഇവിടെയും വാലിയാണ്. ഈ പൈപ്പ് കാണില്ലേ, ഈ പൈപ്പ് നമ്മളന്ന് എല്ലാ ഇതിലും ഹിൽ സ്റ്റേഷനിൽ കാണുന്ന പോലെ മിക്കവാറും മലയുടെ മേലിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഫോറസ്റ്റ് ക്യാമ്പിംഗ് സ്റ്റേഷൻ കൊടികുത്തിമല. ഓക്കെ, ഫോറസ്റ്റ് കഫറ്റേരിയ കൊടികുത്തിമല ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, ഓപ്പൺ ആക്കുമോ എന്നറിയില്ല. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ കഫറ്റേരിയയും കാര്യങ്ങളും കാറ്റത്തൊക്കെ ഇത് നശിച്ചു പോയി എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് കാരണം ഇവിടെ നമുക്ക് ഫുഡോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് കാരണം മിക്കവാറും മൂഞ്ചി അവസ്ഥയാണ് ഭക്ഷണത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വല്ലതും കഴിക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കയ്യിൽ ബിസ്ക്കറ്റോ സ്നാക്സോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. മുട്ടായി ഒരെണ്ണം കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ സൈഡിൽ മുട്ടായില്ല, അതൊക്കെ അവിടെ മാറ്റി വെച്ചു, കാറിനകത്ത് വെച്ചു. ബിസ്ക്കറ്റ് പാക്കറ്റൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പഴം ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഇവിടെ ഫുഡ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഞാനത് കൊണ്ടുവരാണ്ടിരുന്നത്, പക്ഷേ കിട്ടിയില്ല. ബാക്ക്ഗ്രൗണ്ട് ആ വാലി കണ്ടോ, സൂപ്പറല്ലേ? അവിടെ ഞാൻ കാണിച്ചു തരാം. എഗെയിൻ ഈ വാലി എൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ്. വാലി എന്ന് പറയുന്നത് വീക്ക്നെസ്സാണ്. എത്ര കണ്ടാലും എനിക്ക് വാലി ട്രീസ് ഒന്നും മതിയാവില്ല എന്നുള്ളതാണ്. ഇതേ മേലെ കാണുന്ന വാച്ച് ടവർ, നമുക്ക് അവിടെ പോയിട്ട് വാലി ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് പകർത്തിയെടുക്കാം. നമ്മൾ ആ സംഭവങ്ങൾ മുഴുവൻ യാത്ര ചെയ്തിട്ട് ഈ വാച്ച് ടവറിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ഉണ്ട്, സൂപ്പർ വാച്ച് ടവറാണ്. ഇവിടെ ഇതിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1770 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം കേരളത്തിൽ 2000 അടിയോളം ഹൈറ്റിലാണ് നമ്മുടെ ഈ വാച്ച് ടവർ നിലനിൽക്കുന്നത്. ഇവിടെ ഒരു സൈൻ ബോർഡ് കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് മേലോട്ട് കയറാം. പൊതുമുതൽ നശിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വാച്ച് ടവർ. ഹായ്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്.
നിങ്ങൾ എവിടുന്നാ? ഓ തൃത്താല. ഞങ്ങൾ പത്തിരിപ്പാല. ഒറ്റപ്പാലം. ഈ വാച്ച് ടവറിന് 1, 2, 3 ലെയറാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെയറിലൂടെ നമുക്ക് കയറാം. അതാണ് ഫസ്റ്റ് ലെയറിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കുറേ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വാച്ച് ടവറിൻ്റെ ഫസ്റ്റ് ലെയറിലിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും പോകുമ്പോൾ അതിൻ്റെ കാഴ്ച ഞാൻ അപ്പോൾ കാണിച്ചാൽ വ്യക്തി സമാധാനത്തിൽ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കട്ടെ. വാ, സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കാഴ്ചയാണ്. ഫസ്റ്റ് ലെയറിൽ തന്നെ ഇത്രയും മനോഹരമാണെങ്കിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ധനുഷ, എന്താണ് ഫസ്റ്റ് ലെയറിൻ്റെ അനുഭവം എന്താ? അല്ല, ഇപ്പോഴും കോടയൊക്കെ ഇങ്ങനെ കോട കാണുന്നത്. ഇത് ഫസ്റ്റ് ലെയറാണ്. അങ്ങനെ തേർഡ് ലെയർ ഉണ്ട്, 3 ലെയറുണ്ട് മൊത്തമായിട്ട്. പിന്നെ സവിശേഷമായി നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് സെൻ്ററിലും കാണുന്നത് പോലെ ഇതുമാതിരി വൃത്തിഹീനമാക്കി വയ്ക്കുന്ന നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റി വെച്ച് തന്നെ ആവണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു സെക്കൻഡ് ലെയറിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പൊക്കെ നല്ല മനോഹരമാണ്. സൈഡിൽ പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തേർഡ് ലെയർ. ഓക്കെ, സൂപ്പറാണ്. പക്ഷെ ഇവിടെയും അലങ്കാരപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. യാതൊരു കുറവുമില്ല. പക്ഷേ താഴെ കുറച്ചുകൂടി ഭംഗിയുണ്ട് എനിക്ക്. ഓക്കെ, അടിപൊളിയാണ് സംഭവം. വെയിലത്തെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയാൻ വയ്യ. ആണ് സെക്കൻഡ് ലെയറിലെ വിശേഷം. പിന്നെ വാലീസ് എല്ലാം കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ കണ്ടുവന്നിട്ടുള്ള മലയൊക്കെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു എസ്റ്റേറ്റൊക്കെ കാണാം അവിടെ. എന്തോ ഒരു വെജിറ്റേഷൻ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഫുൾ വാലീസാണ്. അവിടെയൊക്കെ ലിവിങ് ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. നല്ല രസമാണ് അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫുൾ 360 കിട്ടാൻ മേലെ തന്നെ പോകണം കേട്ടോ. ഇത് സെക്കൻഡ് ലെയറിലെ വിശേഷങ്ങളാണ്. സെക്കൻഡ് ലെയറിൻ്റെ വിഷ്വൽസിന് ശേഷം നമ്മൾ തേർഡ് ലെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. തേർഡ് ലെയറിലേക്ക് എത്തി. തേർഡ് ലെയറാണ് സൂപ്പർ. ഇവിടെ കയറിയപ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കുറേ അലങ്കാരപ്പണിയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോപ്പോഗ്രാഫി ഇൻ ജനറൽ എന്ന് പറയുന്നത്, 360 എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്, സൗണ്ട്സ് ഗുഡ്, സൂപ്പർ. പക്ഷെ നല്ല വെയിലാണ്. പക്ഷേ ഇപ്പോൾ സമയം 9:30 ആയിട്ടില്ല, 9:20 ആയിട്ടേ ഉള്ളൂ. സ്റ്റിൽ നല്ല വെയിലാണ്. ഇവിടെ നിഷ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈൻ. നമ്മൾ കോടനാടിൻ്റെയൊക്കെ വാലി പോയിട്ടുള്ളൊരു അവസ്ഥ ശരിക്കും പറയുകയാണെങ്കിൽ. എൻ്റെ തല പോയിരിക്കണം കേട്ടോ ഈ സാധനത്തിൻ്റെയൊക്കെ. നമ്മൾ കോടനാട് താമസിച്ച ഓർമ്മയില്ലേ നമ്മുടെ കുന്നൂർ വീഡിയോ സീരീസിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും രസകരമായിട്ടുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും. അടിപൊളിയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ അതല്ലേ നമ്മുടെ സോളാറിൻ്റെ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. എനർജി നല്ല ഹൈറ്റ് കൂടുന്തോറും സൂപ്പറായിട്ടുള്ള വെയിലിൻ്റെ എനർജി കൂടുമല്ലോ, അത് പിടിക്കാൻ വേണ്ടി സോളാറിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് കാണാം നല്ല സൂപ്പറായിട്ടുള്ള. നേരത്തെ ഞാൻ സെക്കൻഡ് ലെയറിൽ കാണിച്ചിരുന്നു. അത് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുൾ മല. ഏതാണ് പാലക്കാട് ജില്ല ഏതാണ് മലപ്പുറം ജില്ല നമുക്കറിയില്ല. അതിൻ്റെയൊക്കെ ഒരു അത് കൃത്യമായിട്ടൊരു വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് അവസ്ഥ. വ്യൂ പോയിൻറ്റ് സൂപ്പർ.
പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓൺ ദ വേ നേരത്തെ നമ്മൾ കയറിയിട്ട് ഇവിടെ ആൾക്കാർക്ക് കാരണം പോയിട്ടുള്ളൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഫോട്ടോ പോയിൻ്റിൻ്റെ മേലെ ചെറിയൊരു കുഞ്ഞ് മെറ്റൽ വാച്ച് ടവർ ഉണ്ട്. നമുക്കതിൻ്റെ മേലെ നിന്ന് കയറി നോക്കാം. കുഴപ്പമില്ല കേട്ടോ, കയറുമ്പോൾ ഒക്കെ നല്ല വ്യൂ പോയിൻ്റൊക്കെയാണ്. പക്ഷേ പിടിച്ച് വൃത്തിയായി വേണം കയറാൻ, ഇല്ലെങ്കിൽ നിലമ്പത്തും. അതാണ് പ്രശ്നം. കുഴപ്പമില്ല, ഗുഡ്. എന്തൊരു വർത്തായിട്ട് തോന്നി. ഞങ്ങൾ മറ്റേ സൈലൻറ്റ് വാലി പോയില്ലേ, സൈലൻറ്റ് വാലി പോയിട്ടുള്ള നമ്മുടെ ഒരു വാച്ച് ടവറിൻ്റെ ഒരു സംഭവം പോലെയാണ്. ഇത്രയും ദൂരം നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഗൈസ്. ഇവിടുന്ന് നല്ല രസകരമായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ കൊടികുത്തിമലയുടെ രസകരമായിട്ട് ഫോട്ടോ പോയിൻറ്റിൻ്റെ മേലുള്ളൊരു വാച്ച് ടവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു രസകരമായിട്ട് അനുഭവമാണ്. എന്നാലും നമ്മൾ തൊട്ടടുത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, പാലക്കാട് നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ താഴെ മാത്രം ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ട് സ്ഥലമാണ്. കുറേ സമയം നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാം, ഫാമിലിയൊക്കെ ആയിട്ട് വരണം, വന്ന് കാണണം, ഫീഡ്ബാക്ക് പറയണം. ഓക്കെ, ചുറ്റും നോക്കൂ, ഒന്ന് കാണിച്ചു കൊടുക്കും. സൂപ്പറല്ലേ? നമുക്ക് താഴെ പോയി ഫോട്ടോ പോയിന്റിൽ ഫോട്ടോ എടുക്കാം. കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വെയിറ്റ്. അപ്പോൾ നമ്മൾ നടന്നെത്തിയിട്ട് ഇവിടെ ഇങ്ങനൊരു അടിപൊളി ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണമെങ്കിൽ ഈ ഒരു വാച്ച് ടവർ ഉണ്ട്. ഈ ഫോട്ടോ പോയിൻ്റാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. അങ്ങ് ദൂരെ റിസോർട്ട് എന്തോ കാണുന്നുണ്ട് കേട്ടോ, സൂപ്പറാണ്. ഈ ഫോട്ടോ പോയിൻറ്റിൻ്റെ ഇവിടെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പോൾ തൃത്താല ടീംസ് ഒന്ന് പരിചയപ്പെട്ടാലോ? പേര് പറയൂ. മുഹിബ്. മുഹിബിന് ഇൻസ്റ്റ ഐ ഡി പറയൂ. മുഹിബുൽ ഹക്ക്. അങ്ങനെയൊക്കെ പറയാമല്ലേ? അതിന്റെ കട്ട് നല്ല പേരുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ MHD റംഷാദ് അല്ലേ? ഓക്കെ. നിങ്ങളുടെ ഷേബ്ലിയോ. ഓക്കെ. നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി മറന്നുപോയോ? എൻ്റെ അമ്മ TF.shift. ഓക്കെ. ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ? അഫീല. അങ്ങനെ പറഞ്ഞാൽ അറിയും അല്ലേ? അവിടെ അഫീല എന്ന് പറഞ്ഞാൽ അറിയും. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വലിയ ചിലവൊന്നുമില്ല. ഓക്കെ. അങ്ങനെ യാത്രാക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി അടിപൊളി കാടമുട്ട മസാലയും ഹോർലിക്സും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ കാണുന്ന സംഭവം. അതിന് ശേഷമാണ് ഒരു അഡാർ ഐറ്റം വന്നത്. ആ ഐറ്റത്തിൻ്റെ പേരായിരുന്നു മുട്ട പൊറോട്ട. ഈ മുട്ട പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിസ്സ പോലെ ഉണ്ടാവും, പക്ഷേ അത് സൂപ്പറാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ മുട്ട പൊറോട്ട സൂപ്പർ, അടിപൊളി ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ അതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ അതിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നയനമനോഹരമായ, ചേതോഹരമായ, അത്യപൂർവമായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും സസ്യജാലങ്ങൾ നിറഞ്ഞിട്ടുള്ള അടിപൊളി പ്രകൃതി നമുക്ക് കാണാൻ പറ്റുക. ഒരു വീഡിയോഗ്രാഫറുടെ ഒരു ക്യാപ്ചറിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത്തരം ഒരുപാട് നല്ല ഫ്രെയിമുകൾ പിടിക്കാം. ഓക്കെ, അത് നമ്മുടെ ഹൃദയത്തിലും പിടിക്കാം, മനസ്സിലും പിടിക്കാം, ക്യാമറയിലും പിടിക്കാം, എവിടെ വേണമെങ്കിലും പിടിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞാൻ ഒരുപാട് വിഷ്വൽസ് എടുത്തിരുന്നു, പക്ഷേ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ഫീച്ചർ ഫിലിം പോലെ മണിക്കൂറുകളോളം പോകും. അതായത് ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പ്രസക്തമായിട്ടുള്ള ഇത്തരം ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇത്ര കുറച്ചെങ്കിലും വിഷ്വൽസ് കാണിച്ചു തന്നില്ല എങ്കിൽ ഒരു മേക്കർ എന്നുള്ള നിലയ്ക്ക്, ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്കും സമാധാനം കിട്ടില്ല. അതുകൊണ്ടായിരുന്നു. ഓക്കെ, യാത്ര കഴിഞ്ഞ് വന്ന് കാർ തുറക്കാൻ നേരത്ത് ഭയങ്കര ചൂട്. കുറച്ച് നേരം ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊടികുത്തിമല എന്നുള്ള സംഭവം നമ്മൾ കൊടികുത്തി കീഴടക്കി. ആ കാണുന്ന വാച്ച് ടവറിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ എന്ന് പറയാൻ വയ്യ, അത് മലപ്പുറത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്ന് പറയുന്ന ഈ കൊടികുത്തി, മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്ന് പറയുന്ന സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയർച്ച ഉള്ള സിറ്റിയിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം ഉള്ള ഒരു മനോഹരമായിട്ടുള്ള മിനി ഹിൽ സ്റ്റേഷനിൻ്റെ ഭാഗത്ത് ഞാൻ വിടവാങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലം ഒന്ന് കാണാം. നിങ്ങൾ കണ്ടതിന് ശേഷം ഈ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ രീതിയിൽ എക്സ്പീരിയൻസ് എന്ന് പറയണം. ആ ഫീഡ്ബാക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ വാച്ച് ടവറിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ബൈ. അപ്പോൾ ബൈ വാച്ച് ടവർ. ബൈ.